ഷിരൂരിൽ അർജുന്റെ ലോറിക്കായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചേക്കും. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ വെസൽ ഷിരൂരിലെത്തി കാലാവസ്ഥ കൂടി പരിശോധിച്ച ശേഷമാകും തെരച്ചിൽ തുടങ്ങുക. നാവികസേനയുടെ ഡൈവിംഗ് സംഘവും ഉച്ചയോടെ എത്തും. AK അഭിലാഷ്, ദീപക് മലയമ്മ, അർച്ചന രവീന്ദ്രൻ എന്നിവരാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തായി തെരച്ചിലിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയോ? ഷിരൂരിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെ? സുജിയ, കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിച്ചതിന് ശേഷം ഷിരൂരിൽ ഈ ദൗത്യ മേഖലയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഇത് നങ്കൂരമിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ യന്ത്രഭാഗങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ദൗത്യ മേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ ഒരു കോവിലുണ്ട്. ആ കോവിലെത്തി ഇവിടെ പൂജയൊക്കെ നടത്തിയതിന് ശേഷം ഈ ഡ്രഡ്ജർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇവിടെ തേങ്ങയുടക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ പൂജയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഡ്രഡ്ജറിൽ ഇവിടെ നിന്നുള്ള മാല ചാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ അതിലെ യന്ത്രഭാഗങ്ങളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഈ യന്ത്രഭാഗങ്ങൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് എത്തിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഈ യന്ത്രഭാഗങ്ങൾക്ക് പറ്റിയോ എന്നടക്കമുള്ള ഒരു സാങ്കേതിക പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഹീറ്റാച്ചി ആണ്. ഈ ഹീറ്റാച്ചി ഉപയോഗിച്ചായിരിക്കും ഈ പുഴയിൽ നിന്ന് മണ്ണ് മാന്തുക. പ്രധാനമായും ഏതാണ്ട് ഒരു 5-6 മീറ്റർ താഴ്ചയിൽ വരെ ഇതിൻ്റെ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് മാന്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു ക്രെയിനും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതുപയോഗിച്ചും ഈ പുഴയുടെ അടിത്തട്ടിലുള്ള ഭാഗങ്ങളൊക്കെ, അതായത് മരങ്ങളും അതോടൊപ്പം തന്നെ കല്ലുകളടക്കമുള്ള ഭാഗങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2 ഫില്ലറുകളുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഈ ഫില്ലറുകൾ പുനഃസ്ഥാപിച്ചതിന് ശേഷമായിരിക്കും ഈ ദൗത്യ മേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ യന്ത്രഭാഗങ്ങൾ ഒരിക്കൽ കൂടി പരീക്ഷിക്കുകയാണ്. അതിൻ്റെ യന്ത്രഭാഗങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെയാണ് ഈ ഷിരൂരിൽ, അതായത് ഗംഗാവാലി പുഴയുടെ അടിഭാഗത്തേക്ക് ഇതിനെ എത്തിച്ചത്. അതിനുശേഷം ഗംഗോത്രി പാലം ഇന്നലെ വൈകുന്നേരത്തോട് കടത്തിവിട്ടു. പക്ഷേ ഇന്നലെ രാത്രി കൂടി തന്നെ ഷിരൂരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ പോലും ചില വെളിച്ചക്കുറവൊക്കെ കാരണമാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ രാവിലേക്ക് ഇത് മാറ്റിവെച്ചത്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഇത് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവിടെ നാവികസേന ഒരു പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ ഡ്രഡ്ജർ അവിടേക്ക് എത്തുകയും അവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്യുക. ഏതാണ്ട് 4 മണിക്കൂറെങ്കിലും സമയം ഈ കാലുകൾ ഉറപ്പിച്ച് നിർത്തുന്നതിനൊക്കെ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ കപ്പൽ കമ്പനി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് തെരച്ചിൽ തുടങ്ങാനുള്ള സാധ്യത എത്രത്തോളം കുറവാണ് എന്ന് കൂടിയാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അതായത് 4 മണിക്കൂർ ഇനി വേണം. 12 മണിയോട് അടുക്കുന്നു, 11:30 അടുക്കുന്നു. അപ്പോൾ 4 മണിക്കൂർ ഇതിന് വേണ്ടി വരികയാണെങ്കിൽ ഏതാണ്ട് 2-3 മണിയെങ്കിലും ഇത് ഫിക്സ് ചെയ്യാൻ തന്നെ വേണ്ടി വരും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പി അടക്കമുള്ള ആളുകൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ അർജുൻ്റെ കുടുംബത്തിന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. തനിക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ MLA യുടെ ഭാഗത്തുനിന്നോ ഒരു ഉറപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല, അവരുടെ ക്ഷണം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഒരു ഉറപ്പ് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഈ ദൗത്യ സംഘത്തിനൊപ്പം താനും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ 6 സ്കൂബ ഡൈവേഴ്സും തനിക്കൊപ്പമുണ്ട്. സ്കൂബ ഡൈവേഴ്സിൻ്റെ ആവശ്യം ഈ ഡ്രഡ്ജർ കമ്പനിക്കും ആവശ്യമുണ്ട്. കാരണം ഈ അടിത്തട്ടിൽ നിന്നൊക്കെ ഈ പരിശോധന നടത്തണമെങ്കിൽ സ്കൂബ ഡൈവേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ 4ാം ഘട്ട ദൗത്യം ഒരു പക്ഷേ ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പോലും നാളെ രാവിലെ പൂർണ്ണമായി തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ യന്ത്രഭാഗങ്ങൾ, ഹിറ്റാച്ചി അടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രെയിൻ അടക്കമുള്ള അതിൻ്റെ കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ പടങ്ങളൊക്കെ കൃത്യമായി തന്നെ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കൃത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മേഖലയിൽ ചെറിയ രീതിയിലാണെങ്കിൽ പോലും മഴ പെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടെ മഴ പെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ഏതാണ്ട് 15 മിനിറ്റോട് കൂടിയാണ് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നത്. കാര്യമായ മഴയില്ലെങ്കിൽ പോലും ഇത് ദൗത്യത്തെ ഗുരുതരമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഏതായാലും അനുകൂലമായ സാഹചര്യമാണ്. പുഴയിൽ നല്ല തെളിച്ചമുണ്ട്, അതായത് യാതൊരു തരത്തിലും കലങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ വരെ നിൽക്കുന്ന ഭാഗത്തേക്ക്, അതായത് പുഴ മെലിഞ്ഞതിനെ കുറിച്ച് അഭിലാഷ് പറഞ്ഞിരുന്നു. നമ്മൾ അന്ന് ആ തെരച്ചിൽ നടക്കുന്ന വേളയിലൊക്കെ അടിയൊഴുക്ക് വലിയൊരു വില്ലനായിരുന്നു. 6 നോട്ട്സിന് മുകളിലായിരുന്നു അടിയൊഴുക്ക്. അതുകൊണ്ട് നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെയാണ് അന്ന് ആദ്യഘട്ട തെരച്ചിൽ നടക്കുമ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ തെരച്ചിലിന്റെ ഒരു 4ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാസങ്ങൾക്കിപ്പുറമാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോഴും അതേ ഇടത്ത് തന്നെ കോൺടാക്റ്റായി സൊണാർ പരിശോധനയിൽ ഐഡന്റിഫൈ ചെയ്ത ഭാഗത്ത് തന്നെ ഇപ്പോഴും ട്രക്ക് കിടക്കുന്നുണ്ടോ എന്നറിയില്ല. പുതുതായി സൊണാർ പരിശോധനയടക്കം എപ്പോഴാണ് അവസാനമായി നടത്തിയത്? ഇപ്പോൾ നേവിയുടെ ടീം എത്തി അടുത്ത പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം ഇന്ന് തന്നെ തെരച്ചിൽ തുടങ്ങുമോ അഭിലാഷ്?
കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അതായത് കഴിഞ്ഞ 16-ാം തീയതിയാണ് ഇവിടെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. അതിനുശേഷം ഈ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം മാത്രമേ തെരച്ചിൽ സാധ്യമാകൂ എന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ നാവികസേന പലതവണ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ഈ ഇരുമ്പ് ഭാഗം കണ്ടെത്തിയിരിക്കുന്ന, ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ആ ട്രക്കിൻ്റെ ഭാഗമെന്ന് സംശയിക്കുന്ന ലോഹഭാഗം അവിടുന്ന് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയായിരുന്നു പ്രധാനമായും നടത്തിയിരുന്നത്. പക്ഷേ അവരുടെ ഡാറ്റ പ്രകാരം അവിടെ നിന്ന് വലിയ തരത്തിലുള്ള സ്ഥാനചലനമൊന്നും അതിന് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം ഡാറ്റകളൊക്കെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. ആ ഡാറ്റ ഉപയോഗിച്ച് തന്നെയായിരിക്കും ഈ ഡ്രഡ്ജിംഗ് കമ്പനിയും അവരുടെ പ്രവർത്തനം ആരംഭിക്കുക. ഏതായാലും നാവികസേന ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പോഴും ആ സ്ഥാനം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഈ ഡ്രഡ്ജർ അങ്ങോട്ട് നീങ്ങുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഡ്രഡ്ജർ അങ്ങോട്ട് പോകാനുള്ള അപകട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.